ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാണ്ടസ് ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നല്ല നാടൻ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടൈഗർ പ്രോൺ സ്റ്റിക്ക് ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല കിടുക്കൻ കൊഞ്ചിനെ കമ്പിൽ കോർത്ത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലീനിങ് തൊട്ട് സെർവിങ് വരെയുള്ള എല്ലാ സ്റ്റെപ്സും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കിടുക്കൻ ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊഞ്ചിനെ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു 5-6 കൊഞ്ചിരിപ്പുണ്ട്, നാടൻ കൊഞ്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു കത്രികയുണ്ട്, ഫിഷ് കട്ട് ചെയ്യുന്നൊരു കത്രികയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ലെഗ്സുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാം. അല്പം കട്ടിയാണത്. ഇനി ലെഗ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം നമുക്ക് കളയേണ്ടത് ഇതിൻ്റെ നാരാണ്. ഇതിൻ്റെ കണ്ണിൻ്റെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കണ്ണിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കണ്ണിൻ്റെ പോർഷനും നാരും കാര്യങ്ങളൊക്കെ അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ശേഷം നല്ല കട്ടിയാണ്, നല്ലോണം ബലം കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി സാധാ നമ്മൾ ചെമ്മീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ തൊണ്ടൊന്ന് പൊളിച്ചെടുക്കുക എന്നുള്ള പ്രോസസ്സാണുള്ളത്. ഒന്ന് ഉടഞ്ഞു പോകാതെ അതൊക്കെ അതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കുക. സാധാ ചെമ്മീൻ പൊളിക്കുന്ന പോലെ തന്നെയാണ്, വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ വാലിൻ്റെ പോർഷനൊക്കെ പൊളിച്ചെടുക്കുക. വാല് കളഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ ഹെഡിൻ്റെ അവിടെ ഒരു കോട്ടിങ്, അതിൻ്റെ ഒരു കോട്ടിങ് നിൽപ്പോൾ അതിൻ്റെ ഷെല്ല് നിൽപ്പുണ്ട്. അത് മിക്കവരും അത് കളയാറില്ല, അത് കളയാതെ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കളഞ്ഞെടുത്താൽ മതി. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ, ബാക്കി ഒരു 4-5 കൂടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളതും കൂടെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചെമ്മീൻ ചില ആൾക്കാർക്ക് അലർജി പോലെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ മുതുകത്തായിട്ട് ഒരു ചെറിയൊരു നാര് പോലെ, ഒരു കറുത്ത നാര് പോലത്തെ ഒരു സംഭവം കാണാറുണ്ട്. അത് റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ മുതുക് പോലത്തെ സ്ഥലത്ത് ചെറുതായിട്ട് ബ്ലാക്ക് കാണും. അപ്പോൾ ചെറുതായിട്ട് കത്തി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ അത് വലിച്ചെടുക്കാവുന്നതാണ്. സൂക്ഷിച്ച് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ചെമ്മീൻ മൊത്തത്തിൽ ഉടഞ്ഞു പോകും. സോ ചെറിയൊരു കട്ടിങ് മാത്രം മതി. ഇതാ, നിങ്ങൾ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഇത് കണ്ടോ, ആ ബ്ലാക്ക് ഇത് കണ്ടോ, ഇങ്ങനെ കത്തി വെച്ച് തന്നെ പയ്യെ വലിച്ചു കഴിഞ്ഞാൽ പോരുന്നതാണ്, ഫുള്ളായിട്ട് പോരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ചെയ്ത കൊഞ്ചിനെ നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു ഉടയാതെ പതുക്കെ 2-3 വട്ടം നല്ല രീതിക്ക് വാഷ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള വസ്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഉണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി പറയുകയാണെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടിയും പ്ലസ് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ട് പൊടിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ക്രഷ്ഡ് കുരുമുളക് പൊടിച്ച് വെച്ചത്, അത് പച്ച ഇട്ടാലും ഹോൾ കുരുമുളകാണേലും കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാറും വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ അല്ലിയും ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് പീസാക്കി കൊടുക്കുക, പീസാക്കിയിട്ട് ഇടുക. അതുപോലെ തന്നെ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ചേർക്കാം. നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അധികം ആകരുത്, ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മസാല നമുക്കൊന്ന് അരച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. നല്ലവണ്ണം പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചിൽ നല്ലോണം മസാല പുരട്ടി വെക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ പല രീതിക്കായിട്ട് കൊഞ്ചെടുത്തിട്ടുണ്ട്. ഷെല്ല്, തലയിലെ ഹെഡിലെ ഷെല്ല് കളഞ്ഞതും കളയാത്ത ടൈപ്പ് 2 ടൈപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളതിനെ മസാല പുരട്ടാം. ഇങ്ങനെ നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൊഞ്ചിൻ്റെ എല്ലാ പോർഷനിലും മാക്സിമം നമ്മൾ ഈ മസാല പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിലാണ് നമ്മുടെ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. നമ്മൾ ഷെല്ല് കളയുന്നതിൻ്റെയും കളയാത്തതിൻ്റെയൊക്കെ നല്ലോണം ഹെഡുകളിലേക്കൊക്കെ നല്ലോണം കയ്യിലെടുത്ത് നമ്മൾ നല്ലോണം ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്കൊക്കെ നല്ലോണം ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. മസാല നന്നായാൽ ടേസ്റ്റും നന്നാവും. നമുക്ക് ഈ ഷെല്ലിൻ്റെ അകത്തേക്കൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്കൊക്കെ നല്ലോണം മസാല വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ആ പോർഷനിലൊന്നും മസാല ഉണ്ടാവില്ല നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. സോ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ കൊഞ്ച് അത്യാവശ്യം മസാലയിലൊക്കെ പുരണ്ട് കുട്ടപ്പനായിരിപ്പുണ്ട്. ഇത് നമുക്ക് ഒരു 20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. സോ അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈയിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ സ്റ്റിക്കിലേക്ക് കോർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു സ്റ്റിക്കായിട്ട് മേടിക്കാൻ കിട്ടും. അതില്ലാത്ത ഒരു നല്ല പച്ച ഈർക്കിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതെടുത്താലും മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിക്കിലേക്ക് കയറ്റുന്നതെന്ന് നോക്കാം. നമ്മളൊരു കൊഞ്ചെടുത്തിട്ട് അതിൻ്റെ ഹെഡ് വഴിയാണ് നമ്മൾ കയറ്റാൻ ശ്രമിക്കുന്നത്. ഹെഡ് വഴി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറ്റുക. അതിനൊപ്പം നമ്മൾ അതിൻ്റെ മുതുകൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഹെഡ് വഴിയാണ് നമ്മൾ കയറ്റാൻ ശ്രമിക്കേണ്ടത്. അതിനൊപ്പം നമ്മൾ അതിൻ്റെ നടുവൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക. അപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മളിങ്ങനെ എല്ലാം ഒന്ന് കോർത്തെടുക്കുക. അപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ നല്ല മസാലയൊക്കെ പുരട്ടി കമ്പിലൊക്കെ കുത്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ടൊന്ന് കുളിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ വെള്ളം വറ്റുന്നവരെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യമേ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും അല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവണം. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ഇതിനൊന്ന് കവർ ചെയ്യാവുന്ന രീതിയിൽ മതിയാവും. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കൊഞ്ചിനെ ഓരോന്നായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ആഹാ, എന്താ സൗണ്ട്! മലയാളി ലോകത്ത് എവിടെയാണെങ്കിലും എന്നും മിസ് ചെയ്യുന്നൊരു പ്രധാന സംഭവമായിരിക്കും അവൻ്റെ നാടൻ ഭക്ഷണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൊഞ്ചെന്ന് പറഞ്ഞ വ്യക്തിക്ക് വളരെയധികം സ്ഥാനമുള്ളതാണ്. അപ്പോൾ വിദേശത്തുള്ള ആളുകൾക്ക് നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. സോ നമ്മളത് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് ഫ്രൈ ആവട്ടെ. പിന്നെ നമ്മൾ കൊഞ്ചിനെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടും പോകരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എണ്ണ എത്താത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ പാനൊന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് അങ്ങോട്ട് കൂടെ ഒന്ന് എണ്ണയൊന്ന് എത്തിച്ചു കൊടുക്കുക. എല്ലാവരോടും ആരോടും വിവേചനം കാണിക്കേണ്ട, എല്ലാവർക്കും എണ്ണയും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് ആവി വറക്കുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അല്പം ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് 2-3 കറിവേപ്പില നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ വേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കിട്ടും നമുക്ക്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം.
അങ്ങ് മൊരിയട്ടെ. ഓക്കെ, നമ്മൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട് സൈഡിലേക്ക് നല്ല രീതിക്ക്. നമുക്കൊന്ന് സ്റ്റിക്ക് എടുത്തൊന്ന് മറിച്ച് നോക്കാം. ഉണ്ടോ, നെയ്യൊക്കെ ഇറങ്ങി നല്ലോണം അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല നെയ്യുള്ള ടൈപ്പ് കൊഞ്ചായിരുന്നു. എല്ലാ കൊഞ്ചിനും ഇത് മറിക്കാൻ പാകമായിട്ടുണ്ട്. മറിച്ചിട്ടുള്ളത് സ്റ്റിക്കുള്ളപ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മറിക്കാനൊക്കെ എളുപ്പമാണ്. വേറെ സെപ്പറേറ്റ് നമുക്കൊരു സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ തിരിഞ്ഞിരുന്നും ഒന്ന് പൊരിയട്ടെ, ഫ്രൈ ആവട്ടെ. അല്പം വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുക്കുക, കാരണം വെളിച്ചെണ്ണ ചട്ടിയിൽ അല്പം വറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ സ്റ്റിക്കൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊഞ്ചിൻ്റെ എല്ലാ പോർഷനും ഒന്ന് ഫ്രൈ ആകുന്ന രീതിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിന് രണ്ട് സൈഡ് മാത്രമല്ലല്ലോ, മീൻ പൊരിക്കുന്ന പോലെയല്ല. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലേക്കൊന്ന് ചൂടെത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഫ്രൈ ഒക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് നമുക്കൊന്ന് ഒരു ഫ്രൈ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയായിരുന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്കിത് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കൊഞ്ചിനെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട് സവാളയും വേപ്പിലേക്ക് വെച്ചിട്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.